അടുത്തതായിട്ട് നമുക്ക് ജോൺറേ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ എന്തൊക്കെ ജോൺറയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു സെഷനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ട്, എല്ലാം കാണുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വെറും കിഡ്ഡി സ്റ്റോറീസും ഫാൻറ്റസി ടൈൽസും ഫെയറി ടൈൽസും മാത്രമല്ല. അതെന്ന് പറയുന്ന ഒരു ലോകം തന്നെയാണ് അല്ലേ. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ലോകം തന്നെയാണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായി. അപ്പോൾ മൂവീസിന് ജോണേഴ്സ് ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ മൂവീസിന് എന്തൊക്കെ ജോണേഴ്സ് ഉള്ളത്? കോമഡി, ആക്ഷൻ, ഹൊറർ, റൊമാൻസ് ഒക്കെ ഇല്ലേ? അതുപോലെ തന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനും അതിൻ്റേതായ സൂപ്പർ കൂളായിട്ടുള്ള ജോൺറേ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ വരുന്ന ഒരു 6 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രസ്റ്റ് മീ, ഈ ഒരു ക്ലാസ്സിൻ്റെ എൻഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ജോൺറയാണ് ഉള്ളതെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ജോൺറേ നോക്കാം, ദ ഗ്രാഫിക് നോവൽസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗ്രാഫിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ പെട്ടെന്ന് വരുന്നത്? കോമിക് അല്ലേ, അല്ലെങ്കിൽ ബാറ്റ്മാന്, സ്പൈഡർമാന്, ആർക്കീസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. എന്നാൽ നിങ്ങൾ വളരെ വളരെ തെറ്റാണ്. കാരണം ഗ്രാഫിക് നോവൽ എന്ന് പറയുന്നത് എ ലോങ് കോമിക് ബുക്കാണ്. അതിൽ കംപ്ലീറ്റ് സ്റ്റോറി പറയും, ഓഫൺ വിത്ത് മോർ ഡെപ്ത് ആൻഡ് ഇമോഷൻ. കുറച്ചും കൂടി ഡെപ്തായിട്ട് ഇമോഷൻസ് ആയിട്ട് ഒരു കംപ്ലീറ്റ് സ്റ്റോറി ആയിട്ടുള്ള ലോങ് കോമിക് ബുക്കാണ് ഈ ഗ്രാഫിക് നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ ഈ ടേമിനെ പോപ്പുലറൈസ് ചെയ്തത് ആരൊക്കെയാണെന്ന് വെച്ചാൽ വിൽ എൽസ്നർ ഇൻ 1978 അദ്ദേഹം പബ്ലിഷ് ചെയ്തത് എ കോൺട്രാക്ട് വിത്ത് ഗോഡ് ആൻഡ് ദി അതർ ടെനന്റ് സ്റ്റോറീസ്. അപ്പോൾ അതിൽ അദ്ദേഹം ആഡ് ചെയ്തിട്ടുള്ളത് എ ഗ്രാഫിക് നോവൽ ടു ദ ടൈറ്റിൽ. അദ്ദേഹം ഗ്രാഫിക് നോവൽ എന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ആ ടൈറ്റിൽ പബ്ലിഷേഴ്സിനെ എന്ത് കൺവിൻസ് ചെയ്തു? അതൊരു സീരിയസ് ലിറ്ററേച്ചറാണ്, അല്ലാതെ ഒരു കോമിക് അല്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ് അദ്ദേഹം ഗ്രാഫിക് നോവൽ എന്നുള്ള ടൈറ്റിലും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രാഫിക് നോവൽസ് എന്ന് പറയുന്നത് റിലക്റ്റൻ്റ് ആയിട്ടുള്ള റീഡേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു, എക്സ്പെഷ്യലി വളരെ റിലക്റ്റൻ്റ് റീഡേഴ്സിന് വേണ്ടി എഴുതിയതായിരുന്നു. ഓക്കെ, അപ്പോൾ കിഡ്സിനെന്ന് പറയുമ്പോൾ ഒരുപാട് ലോങ് പാരഗ്രാഫൊന്നും അവർ എൻജോയ് ചെയ്യില്ല അല്ലേ. അപ്പോൾ പിക്ചേഴ്സാണ് അവരെ പുള്ള് ചെയ്യുക, അവർക്ക് വായിക്കാൻ എക്സൈറ്റഡ് ആകുക പിക്ചേഴ്സ് കാണുമ്പോഴാണ്. അപ്പോൾ അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. സോ പിക്ചേഴ്സ് പുൾ ദം ഇൻ ആൻഡ് ബിഫോർ ദേ ന്യൂ ഇറ്റ് ദേ ആർ റീഡിങ്. അവർ വായിക്കുന്നുണ്ടെന്ന് അവരെ മനസ്സിലാക്കാതെ അവരെ പുള്ള് ചെയ്യുന്നത് എന്താണ്? പിക്ചേഴ്സ് റീഡിങ് ആണ്. സോ ഒരു വിഷ്വൽ ലിറ്ററസി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫിക് നോവൽസ് ഇറങ്ങിയത് എന്ന് നമുക്ക് പറയാം. അവർ ലീഡിങ് പിക്ചേഴ്സ് ആസ് മീനിങ്. ഓക്കെ, അതായത് പിക്ചേഴ്സ് വെച്ച് കുട്ടികൾ വായിക്കാൻ തുടങ്ങുന്നത് അവരുടെ ഒരു വേറെ തന്നെ ഒരു സ്കിൽ സെറ്റാണ് അല്ലേ. ഒരു വേറെ തന്നെ ഒരു റീഡിങ് സ്കിൽ സെറ്റ് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ ഗ്രാഫിക് നോവൽസിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. കുട്ടികൾക്ക് ഒരിക്കലും ലോങ് പാരഗ്രാഫ്സ് വായിക്കുന്നത് ഇഷ്ടമാവുമോ? അപ്പോൾ പിക്ചേഴ്സിലൂടെയൊക്കെ കണ്ടപ്പോൾ അവർക്ക് റീഡിങ്ങിനോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നി തുടങ്ങി. ഇനി നെക്സ്റ്റ് ജോൺറയാണ് എ വേഴ്സ് നോവൽ. അതെന്ന് പറയുന്നത് ഒരു നോവല് പോയട്രിയിലൂടെ പറയുന്ന ഒരു തരത്തിലാണ് വേഴ്സ് നോവൽ എന്ന് പറയുന്നത്. അതിനൊരു പോയം പോലെ വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിളാണ്, മ്യൂസിക്കലാണ്, ഇമോഷണലാണ്, പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ജോൺറയാണ് ഈ വേഴ്സ് നോവൽ എന്ന് പറയുന്നത്. വളരെ ചെറിയ കുട്ടികൾക്ക്, ഇപ്പോൾ എക്സാമ്പിൾ റൂട്ട്സ് ആൻഡ് ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള അർണോൾഡ് അഡോഫിൻ്റെ ഒരു റൈറ്റിംഗ് ഉണ്ട്. പിന്നെ ലവ് ദാറ്റ് ഡോഗ് ബൈ ഷാരോൺ ക്രീച്ച്. ഇതൊക്കെ വളരെ ഷോർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിതമെറ്റിക് ആയിട്ടുള്ള ഒരു വേഴ്സ് നോവൽസ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾഡർ റീഡേഴ്സിന് നമുക്കിപ്പോൾ പറയാം ദ വെയ്റ്റ് ഓഫ് വാട്ടർ ആൻഡ് വൺ ബൈ സാറ കോർസൻ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓൾഡർ റീഡേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. എന്നാൽ കുട്ടികൾക്കുള്ള ഇതേപോലത്തെ വേഴ്സ് നോവൽസ് എന്തൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത്? റൂട്ട്സ് ആൻഡ് ബ്ലൂസും പിന്നെ ലവ് ദാറ്റ് ഡോഗ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ചിലപ്പം ചിന്തിക്കും പോയട്രി വേഴ്സ് നോവൽസ് വളരെ ബോറിംഗ് ആയിരിക്കുന്നു. പക്ഷേ ഈ ബുക്സൊക്കെ നിങ്ങളുടെ മൈൻഡിനെ തന്നെ മാറ്റും. കാരണം ഇതൊക്കെ വളരെ ഒരാളുടെ ഹൃദയത്തെ നമ്മൾ വായിച്ചെടുക്കുന്ന പോലെ തരത്തിൽ എഴുതിയിട്ടുള്ള റിതമെറ്റിക് ആയിട്ടുള്ള വർക്കുകളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി തേർഡ് ജോൺറയാണ് റിയലിസ്റ്റിക് ഫിക്ഷൻ അല്ലെങ്കിൽ നോവൽസ് ഓഫ് റിയലിസം. ഓക്കെ, കുറച്ച് റിയലായിട്ട് തന്നെ നമുക്ക് നോക്കാം. റിയലിസ്റ്റിക് ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറിയെ നല്ല റിയൽ ലൈഫ് സ്റ്റോറീസ് പറയുന്ന ഒരു തരത്തിലുള്ള ജോൺറയാണ് റിയലിസ്റ്റിക് ഫിക്ഷൻ. അതിൽ മാജിക്കോ ഡ്രാഗൺസോ, അതായത് പറക്കുന്ന ചൂലോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പീപ്പിൾ ഫേസിങ് റിയൽ പ്രോബ്ലംസ്. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ, വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെ പറയുന്ന റിയലിസ്റ്റിക് ഫിക്ഷൻസ് ആണ് അടുത്ത ജോൺറയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ക്യാരക്ടേഴ്സ് ചിലപ്പം ഇമാജിനറീസ് ആകാം, പക്ഷേ എന്നാലും അവരുടെ സ്ട്രഗിൾസ് 100% റിയലിസ്റ്റിക് ആയിരുന്നു. അപ്പോൾ എന്തൊക്കെ നോവൽസാണ്? ലുക്കിംഗ് ഫോർ അലാസ്ക,
അല്ലെങ്കിൽ ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ബൈ ജോൺ ഗ്രീൻ എഴുതിയിട്ടുള്ള ആ ഒരു വർക്ക്, പിന്നെ ജെ ആഷറിൻ്റെ 13 റീസൺസ് വൈ, പിന്നെ അതുപോലെ തന്നെ ഗെയ്ലി ഫോർമൻ്റെ ഇഫ് ഐ സ്റ്റേ ബൈ, പിന്നെ ആൻജി തോമസിൻ്റെ ദ ഹേറ്റ് യു ഗിവ്, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ റിയലിസ്റ്റിക് ഫിക്ഷനിൽ വരുന്നതാണ്. ഈ സ്റ്റോറീസിലൊക്കെ ലവും ലോസും ഫ്രണ്ട്ഷിപ്പും ഐഡൻറ്റിറ്റിയും സോഷ്യൽ ഇഷ്യൂസൊക്കെ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ റീഡേഴ്സിന് എന്ത് മനസ്സിലാക്കി കൊടുക്കുന്നു? ലൈഫ് എന്ന് പറയുന്നത് വളരെ മെസ്സിയാണ്, ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, പക്ഷെ അതൊക്കെ ഓക്കെ, ദാറ്റ്സ് ഓൾ ഓക്കെ എന്ന് പറയുന്ന സ്റ്റോറീസാണ്. ഓക്കെ, എവറിത്തിങ് ഹെൻസ് ഹാപ്പിലി, എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും എന്ന് പറയുന്ന, അതുകൊണ്ട് ഒരിക്കലും തന്നെ വിഷമിക്കേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ജോൺറേ സ്റ്റോറീസാണ് റിയലിസ്റ്റിക് ഫിക്ഷൻസ്. ഇനി നെക്സ്റ്റ് ജോൺറയാണ് കണ്ടംപററി നോവൽസ്. അപ്പോൾ നമുക്കറിയാം, ഇത് നിങ്ങൾ ചിലപ്പം ചിന്തിക്കും റിയലിസ്റ്റിക് ഫിക്ഷനും കണ്ടംപററി നോവൽസൊക്കെ ഒരുപോലെയല്ലേ എന്ന്. അവർ കസിൻസാണ്, പക്ഷേ ട്വിൻസ് അല്ല. കണ്ടംപററി നോവൽസിൽ എന്താണ് മാറ്റം? അത് ഫീൽ മോഡേൺ ആണ് അല്ലേ, വളരെ റിയലാണ് പക്ഷേ മോഡേൺ ആണ്. അതിൽ കുറച്ചും കൂടി ടുഡേസ് വേൾഡ്, നമ്മുടെ ഇന്നത്തെ ലോകത്തെ ഫോക്കസ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയയും ഫാമിലിയും സ്കൂളും ഐഡൻറ്റിറ്റിയും മെൻ്റൽ ഹെൽത്തൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള റൈറ്റിങ്സ് ആണ് അത്. ഓക്കെ, അത് അധികവും ഫോക്കസ് ചെയ്യുന്നതും ക്യാരക്ടേഴ്സ് ഡിസ്കവർ ചെയ്യുന്നു. ദേ ഓഫൺ ഫോളോ യങ് ക്യാരക്ടേഴ്സ് ഡിസ്കവറിങ് ഹൂ ദേ ആർ ഇൻ അവർ ടൈം ആൻഡ് കൾച്ചർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യാൻ മാർട്ടലിൻ്റെ ലൈഫ് ഓഫ് പൈ, ഡോണ ടാർട്ടിൻ്റെ ദ ഗോൾഡ് ഫിഞ്ച്, ജെന്നി ഹാൻ്റെ ടു ഓൾ ദ ബോയ്സ് ഐ ഹാവ് ലവ്ഡ് ബിഫോർ, ജോൺ ഗ്രീൻ്റെ ടേർട്ടിൽസ് ഓൾ ദ വേ ഡൗൺ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്നത്തെ ജനറേഷൻ്റെ റിയാലിറ്റിയെ മിറർ ചെയ്യുന്ന നോവൽസാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടംപററി ഫിക്ഷനായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഇനി നെക്സ്റ്റ് ജോൺറേ ഈസ് ഫാൻറ്റസി. എന്താണ് ഫാൻറ്റസി? ഫാൻറ്റസി എന്ന് പറയുന്ന ജോൺറേ ഒരിക്കലും ലോജിക്കിനെ ഒബേ ചെയ്യാത്ത, ഒരു ലോജിക്കും നമുക്ക് ഫാൻറ്റസി കഥകളിൽ കാണാൻ വേണ്ടി പറ്റില്ല അല്ലേ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജോൺറയും കൂടിയാണ്. ഫാൻറ്റസി നോവൽസ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് മാജിക്കും അതുപോലെ തന്നെ ആനിമൽസിനോട് സംസാരിക്കുന്നതും ഇമ്പോസിബിളായിട്ടുള്ള അഡ്വഞ്ചേഴ്സൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ജോൺറയാണ് ഫാൻറ്റസി. അതിലൊരിക്കലും സയൻസോ അല്ലെങ്കിൽ അതൊന്നും ബോദർ ചെയ്യുന്നില്ല അല്ലേ, അത് ഫുൾ ഓൺ ഇമാജിനേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻറ്റസി എന്നുള്ളൊരു ജോൺറേ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ജോൺറയാണ്. ബെഡ് ടൈം സ്റ്റോറീസൊക്കെ കേൾക്കാറില്ലേ, ഒരുപാട് ഫെയറീസും ഡ്രാഗൺസിനെ വെച്ചും വിസാർഡ്സിനെ വെച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ബെഡ് ടൈം സ്റ്റോറീസൊക്കെ ഫാൻറ്റസി ജോൺറയിൽ പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാ? ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ ബൈ C.S. ലൂയിസ് എഴുതിയിട്ടുള്ള ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്നുള്ളത് ഫാൻറ്റസി ജോൺറയുടെ വളരെ വലിയൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ദ ഹോബിറ്റ്, ദ ലോർഡ് ഓഫ് ദ റിങ്സ് ആൻഡ് പിന്നെ ഹാരി പോട്ടർ. ഇതൊക്കെ നമുക്ക് ഫാൻറ്റസി ജോൺറയ്ക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിളാണ്. അപ്പോൾ ഫാൻറ്റസി എന്ത് ചെയ്യുന്നുണ്ട്? ചിൽഡ്രൻസിനെയും അഡൾട്ട്സിനെയും ബിഗ്ഗർ ഡ്രീമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ എന്താ പറയുക, ഇമാജിനേഷനെ കൂട്ടാനും നമുക്കെല്ലാം ഒരു മാജിക്കലായിട്ട് തോന്നിപ്പിക്കാൻ ഫാൻറ്റസി എന്ന ജോൺറയ്ക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി യങ് അഡൾട്ട് ഫിക്ഷൻ നോക്കുകയാണ്. അടുത്തൊരു ജോൺറയാണ് യങ് അഡൾട്ട് ഫിക്ഷൻ. ഇത് എഴുതിയിരിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സിലുള്ള കുട്ടികൾക്കിടയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൺഫ്യൂസിങ് ആണ്, എക്സൈറ്റിംഗ് ആണ്, എന്നാൽ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ജോൺറയാണ് യങ് അഡൾട്ട് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് യങ് പ്രൊട്ടഗണിസ്റ്റ് ആണ്. അവർ വളരെ റിയൽ ലൈഫിലെ ചലഞ്ചസിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസെ കുറിച്ച് പറയുന്ന സ്റ്റോറീസാണ്. അതായത് അവരുടെ ലൈഫിലെ ഫ്രണ്ട്ഷിപ്പിലെ ചലഞ്ചസും റൊമാൻസിലെ ചലഞ്ചസും ഐഡൻറ്റിറ്റിയും റെബലിയനും ലോസും സെൽഫ് ഡിസ്കവറിയും ഒക്കെ നടത്തുന്ന ആ ഒരു ഗ്രോയിങ് അപ്പ് സ്റ്റേജ് ആണല്ലോ ഈ 13 and 19 എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇമോഷണൽ റോളർ കോസ്റ്റർ ഉള്ള ഒരു ടൈമാണല്ലോ. ആ ഒരു ടൈമിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ഫിക്ഷൻ ജോൺറയാണ് യങ് അഡൾട്ട് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബ്രിഡ്ജാണ് അല്ലേ, ഒരു ഗ്യാപ്പാണ്. ഏത് തമ്മിലുള്ള ഗ്യാപ്പാണ്? ചിൽഡ്രൻസിൻ്റെ സ്റ്റോറീസും അഡൾട്ടിൻ്റെ ഫിക്ഷൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് നമ്മുടെ ഈ യങ് അഡൾട്ട് ഫിക്ഷൻ എന്ന ജോൺറെ. ഇതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ദ ക്യാച്ചർ ഇൻ ദ റൈ. ഇത് എഴുതിയിരിക്കുന്നത് J.D. സാലിംഗർ ആണ്. പിന്നെ അതുപോലെ തന്നെ ദ ഡൈവർജൻറ്റ് ട്രിലോളജി എന്ന് പറയുന്നൊരു റൈറ്റിംഗ് ഉണ്ട് വെറോണിക്ക റോത്തിൻ്റെ. അതുപോലെ സ്റ്റെഫിനി മയർ എഴുതിയിട്ടുള്ള ദ ട്വലൈറ്റ് സീരീസ്, പിന്നെ സൂസന്നെ കോളിൻസ് എഴുതിയിട്ടുള്ള ദ ഹങ്കർ ഗെയിംസ്. ഇതൊക്കെ ഈ ഒരു യങ് അഡൾട്ട് ഫിക്ഷനിലെ
എക്സാമ്പിൾസ് ആണ്. അപ്പോൾ യങ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ യങ് അഡൾട്ട് ഫിക്ഷൻ ഇത് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, വളരെ റോ ആയിട്ടുള്ള, എന്നാൽ റൊമാൻറ്റിക് ആയിട്ടുള്ള, റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ജോൺറയാണ്. ഇത് സംസാരിക്കുന്നത് യൂത്തിൻ്റെ ലാംഗ്വേജ് ആണ്. അങ്ങനെ യൂത്തിനോട് പറയാണ്, ടീനേജേഴ്സിനോട് പറയുകയാണ്, യു ആർ നോട്ട് അലൗൺ. ഓക്കെ, ആ ഒരു സമയം ടീനേജേഴ്സ് വളരെയധികം എന്താ പറയുക, ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ടൈമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടീനേജേഴ്സിനെ ഒരു താങ്ങായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജോൺറയാണ് ഈ യങ് അഡൾട്ട് ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല 6 ഫാൻറ്റാസ്റ്റിക് ജോൺറേസ് നോക്കി ചിൽഡ്രൻ ലിറ്ററേച്ചറിലെ. ഓക്കെ, അത് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഗ്രാഫിക് നോവൽസ് ആണ്, അതായത് പിക്ചേഴ്സും വേർഡ്സൊക്കെ വെച്ചിട്ട് സ്റ്റോറീസ് പറയുന്നത്. രണ്ടാമത് നമ്മൾ നോക്കിയത് വേഴ്സ് നോവൽസ് ആണ്, അതിൽ പോയട്രി ഫോമിലാണ് സ്റ്റോറീസ് ഉണ്ടാവുക. മൂന്നാമത് നമ്മൾ നോക്കിയത് റിയലിസ്റ്റിക് ഫിക്ഷൻ ആണ്, അതായത് റിയൽ ലൈഫ് തീമും ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. നാലാമത് നോക്കിയത് കണ്ടംപററി ഫിക്ഷൻ, അതിൽ നമ്മുടെ ഇന്നത്തെ വേൾഡും ഇന്നത്തെ പ്രോബ്ലംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ജോൺറ, 5th ജോൺറ ഏതായിരുന്നു? ഫാൻറ്റസി, അതായത് ഇമാജിനേഷന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള ജോൺറ. ആൻഡ് 6th വൺ യങ് അഡൾട്ട് ഫിക്ഷൻ, അതിൽ ടീനേജേഴ്സിൻ്റെ ജേണിയും അവരുടെ ഗ്രോത്ത് ആൻഡ് ഐഡൻറ്റിറ്റിയൊക്കെ നോക്കുന്ന ഒരു ജോൺറ. അപ്പോൾ ഈ 6 ജോൺറയാണ് കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻ ലിറ്ററേച്ചറിലുള്ളത്. അപ്പോൾ ഇതെന്ത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു? എങ്ങനെ ഡ്രീം ചെയ്യണം, എങ്ങനെ ഫീൽ ചെയ്യണം, എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ ഒരു മനുഷ്യനായി മാറണം എന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ലിറ്ററേച്ചർ, ചിൽഡ്രൻ ലിറ്ററേച്ചർ ജോൺറേസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് കൂടി കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നോട്ട്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നോട്ട്സാണ്, എക്സാമിന് എന്തായാലും ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ചെറിയ എമൗണ്ട് ആയാലും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.